നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും മനുഷ്യ മനസ്സിനെ വിടാതെ പിന്തുടരുന്ന ഒരു നിഗൂഢതയുണ്ട്. ടൈറ്റാനിക്കിന്റെ തകർച്ച 1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തണുത്ത ഇരുട്ടിൽ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് 2 മണിക്കൂറിനുള്ളിൽ 1500-ലധികം ജീവനുകളുമായി കടലിന്റെ അഗാധതയിലേക്ക് മുങ്ങിത്താഴ്ന്നു. ലോകത്തെ ഞെട്ടിച്ച ഈ ദുരന്തം ഒരു അപകടം മാത്രമായിരുന്നോ, അതോ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു ചതിയുടെ ഫലമോ? വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കപ്പൽ കമ്പനിയുടെ പങ്ക്, ഈ ദുരന്തത്തിന് പിന്നിലെ ഗൂഢാലോചനകൾ, ഒരിക്കലും പുറത്തു വരാത്ത രഹസ്യങ്ങൾ, ഇവയെല്ലാം ഇന്നും ചർച്ചയുടെ വിഷയമാണ്. ഈ വീഡിയോ നിങ്ങളെ ടൈറ്റാനിക്കിന്റെ നിഗൂഢ ലോകത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഓരോ കഥയും ഓരോ പുതിയ ചോദ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കും. വൈറ്റ് സ്റ്റാർ ലൈൻ അവരുടെ എതിരാളികളായ ക്യൂനാർഡ് ലൈനിനെ മറികടക്കാൻ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ആഡംബരമുള്ള കപ്പൽ അതായിരുന്നു ടൈറ്റാനിക്. 46,000 ടൺ ഭാരവും 882 അടി നീളവും 11 നിലകളുള്ള ഒരു നീന്തുന്ന കൊട്ടാരം, 1-ാം ക്ലാസ് യാത്രക്കാർക്ക് സ്വർണം പൂശിയ ഗോവണികൾ, തടികൊണ്ടുള്ള മനോഹരമായ ഇന്റീരിയറുകൾ, ഫ്രഞ്ച് ഭക്ഷണശാലകൾ, ഇതെല്ലാം ഒരു സാധാരണ കപ്പൽ യാത്രയല്ല, ഒരു രാജകീയ അനുഭവമായിരുന്നു. എന്നാൽ ഈ ആഡംബരത്തിൻ്റെ മറുപുറം എന്തായിരുന്നു? കപ്പലിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച മോശം ഗുണനിലവാരമുള്ള ഉരുക്ക്, അപര്യാപ്തമായ ലൈഫ് ബോട്ടുകൾ, അശ്രദ്ധമായ മാനേജ്മെൻറ്റ്, ഇവയെല്ലാം ഒരു ദുരന്തത്തിന് വഴിയൊരുക്കുകയായിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? ടൈറ്റാനിക്കിന് ആദ്യ യാത്ര അവർക്ക് ഒരു പ്രസ്താവനയായിരുന്നു. ലോകത്തിനു മുന്നിൽ അവരുടെ ശക്തിയും സാങ്കേതിക മികവും പ്രദർശിപ്പിക്കുക. എന്നാൽ ചില ഗവേഷകർ പറയുന്നത് ഈ യാത്ര ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ്. ടൈറ്റാനിക്കിൻ്റെ സഹോദര കപ്പലായ ഒളിമ്പിക് 1911 ഒരു കൂട്ടിയിടിയിൽ ഗുരുതരമായി തകർന്നിരുന്നു. ഈ അപകടത്തിൻ്റെ ചെലവ് വൈറ്റ് സ്റ്റാർ ലൈനിന് താങ്ങാനാവാത്തതായിരുന്നു. ഇവിടെ നിന്നാണ് ഒരു ഞെട്ടിക്കുന്ന സിദ്ധാന്തം ഉയർന്നു വരുന്നത്. ടൈറ്റാനിക് യഥാർത്ഥത്തിൽ ഒളിമ്പിക് ആയിരുന്നു. ഒളിമ്പിക്കിനെ ടൈറ്റാനിക് എന്ന പേര് നൽകി ഇൻഷുറൻസ് തുക വാങ്ങാനായി മനഃപൂർവ്വം മുക്കപ്പെട്ടതാണോ? ഈ സ്വിച്ച് തിയറി അനുസരിച്ച് വൈറ്റ് സ്റ്റാർ ലൈൻ ഒളിമ്പിക്കിൻ്റെ തകർന്ന ഭാഗങ്ങൾ മറച്ചുവെച്ച് അതിനെ ടൈറ്റാനിക്കായി മാറ്റി പിന്നീട് ആസൂത്രിതമായ ഒരു അപകടത്തിലേക്ക് കപ്പൽ മുക്കി ഇൻഷുറൻസ് പണം വാങ്ങി കടം വീട്ടാൻ ശ്രമിച്ചു. ഈ സിദ്ധാന്തത്തിന് ചില തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. ഒളിമ്പിക്കിൻ്റെയും ടൈറ്റാനിക്കിൻ്റെയും നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഉരുക്കിൻ്റെ ഗുണനിലവാരം വ്യത്യസ്തമായിരുന്നു. കൂടാതെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയ ചില ഭാഗങ്ങളിൽ ഒളിമ്പിക്കിൻ്റെ നമ്പർ 401 കൊത്തിവെച്ചിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. അത് ഒരു യാദൃച്ഛികമാണോ, അതോ ഒരു വലിയ ഗൂഢാലോചനയുടെ തെളിവോ? മറ്റൊരു സിദ്ധാന്തം വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഉടമയായ JP മോർഗൻ്റെ പങ്കിനെക്കുറിച്ചാണ്. അക്കാലത്ത് ഏറ്റവും ശക്തനായ ബാങ്കറായ മോർഗൻ ടൈറ്റാനിക്കിന്റെ യാത്രയിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ എതിരാളികളായ ചില പ്രമുഖ വ്യവസായികളെ ഒഴിവാക്കാൻ, അവരെ കൊലപ്പെടുത്താൻ ഈ ദുരന്തം ഗൂഢാലോചനയായിരുന്നു. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്തിരുന്ന ജോൺ ജേക്കബ് ആസ്റ്റർ, ബെഞ്ചമിൻ ഗുഗൻഹെയിം, ഇസിഡോർ സ്ട്രോസ്, ഇവർ മോർഗന്റെ ഫെഡറൽ റിസർവ് ബാങ്കിംഗ് സിസ്റ്റത്തിനെതിരായവരായിരുന്നു. ഇവരെ ഇല്ലാതെയാക്കാൻ മോർഗൻ ഒരു ദുരന്തം ആസൂത്രണം ചെയ്തതാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ പോലും പര്യാപ്തമല്ല. ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് ഒരു തീപിടുത്തം കപ്പലിൻ്റെ കൽക്കരി ബങ്കറിൽ ഉണ്ടായിരുന്നു. ഈ തീ യാത്രയുടെ ആദ്യ ദിവസങ്ങളിൽ തുടർന്നിരുന്നതായി ചില ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഈ തീ അണയ്ക്കാൻ അവർ ശ്രമിക്കാതിരുന്നത്? തീയുടെ ഫലമായി കപ്പലിൻ്റെ ഘടന ദുർബലമായിരുന്നോ, അതോ ഇതും ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു? ലൈഫ് ബോട്ടുകളുടെ കുറവാണ് മറ്റൊരു വിവാദ വിഷയം. 2208 യാത്രക്കാർക്ക് വെറും 20 ലൈഫ് ബോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ പകുതി പോലും നിറയ്ക്കാതെ കടലിലേക്ക് ഇറക്കപ്പെട്ടു. കപ്പലിൻ്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് 20 വർഷത്തെ പരിചയമുള്ള ഒരു നാവികനായിരുന്നിട്ടും മഞ്ഞുമലയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് എന്തുകൊണ്ടാണ്? അയാളും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ, അതോ വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ? ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ 1985 കണ്ടെത്തിയപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചു. എന്നാൽ അവശിഷ്ടങ്ങൾ കൂടുതൽ നിഗൂഢതകൾ മാത്രമാണ് സൃഷ്ടിച്ചത്. കപ്പലിൻ്റെ ഘടനയിൽ കണ്ടെത്തിയ ചില അസാധാരണതകൾ, ഉപയോഗിച്ച ഉരുക്കിൻ്റെ മോശം ഗുണനിലവാരം, ഒളിമ്പിക്കിൻ്റെ അടയാളങ്ങൾ, ഇവയെല്ലാം ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ ശക്തിപ്പെടുത്തി. ഇന്നും ടൈറ്റാനിക്കിൻ്റെ കഥ ഒരു തുറന്ന പുസ്തകമാണ്. ഓരോ പുതിയ ഗവേഷണവും ഓരോ പുതിയ തെളിവും ഈ ദുരന്തത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ചോദ്യം ചെയ്യുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ ഒരു സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചോ?
JP മോർഗൻ തൻ്റെ എതിരാളികളെ ഇല്ലാതെയാക്കാൻ ഒരു ദുരന്തം ആസൂത്രണം ചെയ്തതാണോ, അതോ ടൈറ്റാനിക് ഒരു ദൗർഭാഗ്യകരമായ അപകടത്തിന്റെ ഇരയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറ്റ്ലാന്റിക്കിന്റെ അഗാധതയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളോടൊപ്പം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ നിഗൂഢതയുടെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഥയുടെ ഓരോ വശവും ഓരോ തെളിവും നിങ്ങളെ കൂടുതൽ ആഴത്തിലേക്ക് വലിച്ചിഴയ്ക്കും. ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നടുക്കുന്നവയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 12 ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നമ്മൾ ഇന്ന് പരിശോധിക്കും. അതോടൊപ്പം ടൈറ്റാനിക്കിൻ്റെ കഥയും. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിൻ്റെ നിഗൂഢത ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമല്ല, അത് മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെയും രഹസ്യങ്ങളുടെയും ഒരിക്കലും പുറത്തു വരാത്ത സത്യങ്ങളുടെയും കാലം പറഞ്ഞ കഥകളാണ്. ആദ്യം എന്താണ് ടൈറ്റാനിക്കിന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. അതിനുശേഷം ഇതിന് പിന്നിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വർഷം 1912 ഏപ്രിൽ 10 RMS ടൈറ്റാനിക് അന്നത്തെ ലോകത്തിൽ ഏറ്റവും വലുതും ആഡംബരം നിറഞ്ഞതുമായ കപ്പലാണ്. അതിൻ്റെ ആദ്യ യാത്രയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഈ കപ്പൽ ഇംഗ്ലണ്ടിലെ സൗത്ത് ആംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. വലിയ വ്യവസായികളും നടന്മാരും മുതൽ മെച്ചപ്പെട്ട ജീവിതം തേടി അമേരിക്കയിലേക്ക് പോകുന്ന കുടിയേറ്റക്കാർ വരെ എല്ലാത്തരം ആളുകളും ഇതിലുണ്ട്. അതായത് പണക്കാരിൽ തുടങ്ങി പാവപ്പെട്ടവൻ വരെ ഈ കപ്പലിലെ യാത്രക്കാരായിരുന്നു. ഈ കപ്പലിൻ്റെ കമാൻഡർ 62 വയസ്സുള്ള സീനിയർ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത് ആണ്. യാത്രക്കാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും ടൈറ്റാനിക് വലിയൊരു വാർത്തയായിരുന്നു. എന്തായാലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് പറയാൻ കാരണം 269 മീറ്റർ നീളവും 50 മീറ്ററിലധികം ഉയരവും ഇതിനുണ്ട്. അന്നത്തെ ഏറ്റവും ആഡംബരമായ കപ്പലും ടൈറ്റാനിക് തന്നെയായിരുന്നു. അക്കാലത്ത് കപ്പൽ നിർമ്മിക്കാൻ $7.5 മില്യൺ ചിലവേത്. അന്നത്തെ പണപ്പെരുപ്പം കണക്കിലെടുത്താൽ ഇന്നത്തെ $400 മില്യൺ തുല്യമാണ് നിർമ്മാണ ചെലവ്. കപ്പലിൻ്റെ അകത്തളത്തിലെ സൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലും പിന്നിലാക്കും വിധമായിരുന്നു. സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ, അലങ്കരിച്ച തടിപ്പണികൾ തുടങ്ങിയ സവിശേഷതകൾ ടൈറ്റാനിക്കിനുണ്ടായിരുന്നു. 2 വലിയ സ്റ്റെയർ കേസുകൾ, ഒരു നീന്തൽക്കുളം, ഒരു ടർക്കിഷ് ബാത്ത്, ഒരു ഇലക്ട്രിക് ബാത്ത്, ഒരു ജിമ്മ്, ഒരു സ്ക്വാഷ് കോർട്ട്, 4 റെസ്റ്റോറൻറ്റുകൾ, 2 ബാർബർ ഷോപ്പുകൾ, ഒരു ലൈബ്രറി, കൂടാതെ ടൈറ്റാനിക് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഈ കപ്പലിനെ ഒരിക്കലും മുങ്ങാത്ത ഒന്നാക്കി മാറ്റി. ഇത്ര സുരക്ഷിതമായതിനാൽ ഒരിക്കലും മുങ്ങാൻ സാധ്യതയില്ലാത്ത ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് വളരെയധികം ആത്മവിശ്വാസമുള്ളവനായിരുന്നു. ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്ന് അയാൾ പരസ്യമായി ജനങ്ങളോട് പറയുക വരെ ഉണ്ടായി. എന്നാൽ ആദ്യ യാത്ര തുടങ്ങി വെറും 2 ദിവസത്തിന് ശേഷം 1912 ഏപ്രിൽ 12 ടൈറ്റാനിക്കിന് ആദ്യത്തെ മഞ്ഞുമല മുന്നറിയിപ്പുകൾ ലഭിക്കാൻ തുടങ്ങി. ടൈറ്റാനിക് അമേരിക്കയിലേക്ക് നീങ്ങുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഐസ്ബർഗ് ഉണ്ട് എന്ന് വാണിംഗ് കിട്ടി. ആ മഞ്ഞുമലയിൽ ഇടിക്കാതെ ദിശ മാറ്റി ഒരു തവണ ടൈറ്റാനിക് രക്ഷപ്പെട്ടു. വലിയ മഞ്ഞുമലകൾ അവിടെയുണ്ട് എന്ന് സമുദ്രത്തിൽ നേരത്തെ തന്നെ ഉള്ള പല കപ്പലുകളും മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകൾ അത്ര അസാധാരണമല്ലായിരുന്നു. കടലിലൂടെ പോകുന്ന കപ്പലുകൾ പലപ്പോഴും റേഡിയോയിലൂടെ അടുത്തുള്ള കപ്പലുകളുമായി ആശയവിനിമയം നടത്തുകയും കടലിൻ്റെ ഇന്ന ഭാഗത്ത് ധാരാളം മഞ്ഞുണ്ടെന്നും മഞ്ഞുമലകൾ ഉണ്ടെന്നും അറിയിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ മുന്നറിയിപ്പുകൾ ലഭിച്ച ശേഷം അപകടം ഒഴിവാക്കാൻ ടൈറ്റാനിക് 2 തവണ അതിൻ്റെ പാത മാറ്റി. പക്ഷേ അത് വേഗത കുറിച്ചല്ല. 21.5 നോട്ട്സ്, അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസത്തിന് ശേഷം 1912 ഏപ്രിൽ 14 7 മഞ്ഞുമല മുന്നറിയിപ്പുകൾ കൂടി ലഭിച്ചു. എന്നാൽ ക്യാപ്റ്റൻ സ്മിത്തും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ടൈറ്റാനിക്കിൻ്റെ വേഗത കുറച്ചില്ല. ക്രമേണ സൂര്യൻ അസ്തമിച്ചു. രാത്രിയായി. താപനില കുറഞ്ഞു വന്നു. സമുദ്രാന്തരീക്ഷം തണുക്കാൻ തുടങ്ങി. ഏപ്രിൽ 14 രാത്രിയിൽ ചന്ദ്രനില്ലാത്തതിനാൽ നിലാവില്ലായിരുന്നു. അതിനാൽ അന്ന് രാത്രി ദൂരക്കാഴ്ച വളരെ കുറവായിരുന്നു. കപ്പലിൽ ഒരു ക്രൗസ് നെസ്റ്റ് ഉണ്ട്. വളരെ ഉയരത്തിലുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണത്. നല്ല തണുപ്പുള്ള സമുദ്രത്തിൽ 2 പേർ അതിൽ എപ്പോഴും ഉണ്ടാകും. മുൻപിൽ ഉള്ള തടസ്സങ്ങളെ നേരത്തെ തന്നെ നിരീക്ഷിക്കാനാണ് അവർ അവിടെ ഇരിക്കുന്നത്. സമുദ്രത്തിൽ തണുത്ത കാറ്റ് വളരെ വേഗത്തിൽ വീശുന്നുണ്ടായിരുന്നു. മുൻപിൽ ട്രാഫിക്കോ തടസ്സങ്ങളോ ഇല്ല. അതിനാൽ അവിടെ ഇരുന്ന വ്യക്തിക്ക് കൊടും തണുപ്പിനെ നേരിടേണ്ടി വന്നു. അതിനു പുറമെ ഇത് രാത്രിയായിരുന്നു. തണുത്ത കാറ്റ് കാരണം കണ്ണിൽ നിന്ന് അവർക്ക് കണ്ണുനീർ വരാൻ തുടങ്ങി. രാത്രി 11:49 ഫെഡറിക് ഫ്ലീറ്റ് എന്നൊരാൾ ഈ ക്രൗസ് നെസ്റ്റിൽ ഇരിക്കുന്നു. പെട്ടെന്ന് ഇയാൾക്ക് മുന്നിൽ പുക പോലെ ഒരു വലിയ മഞ്ഞുമല തെളിയുന്നു. താഴെയിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ അയാൾ വേഗത്തിൽ 3 തവണ മണിയടിക്കുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. അയാൾ ഉറക്കെ പറയുന്നു, നമ്മുടെ മുന്നിൽ ഒരു മഞ്ഞുമലയുണ്ട്, കപ്പൽ വേഗത്തിൽ തിരിക്കുക.
ഫസ്റ്റ് ഓഫീസർ വില്യം ഈ നിർദ്ദേശം കേട്ട് കപ്പലിനെ ഇടത്തേക്ക് തിരിക്കാൻ എഞ്ചിൻ റൂമിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞ് 11:40 കപ്പൽ ഒരു കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു. ഈ മഞ്ഞുമല ചെറുതായിരുന്നില്ല. 200 മുതൽ 400 അടി വരെ നീളമുണ്ടായിരുന്നു ഇതിന്. ഒരു ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പം. അതിൻ്റെ ഉയരം ക്രൗസ് നെസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഈ മഞ്ഞുമലയുടെ ഭാരം 1.5 മില്യൺ ടൺ ആയിരിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. മഞ്ഞുമലയുമായുള്ള ഈ കൂട്ടിയിടി കപ്പലിൻ്റെ മുൻ വലത്തുഭാഗത്താണ് സംഭവിച്ചത്. പ്രത്യേകിച്ചും അത് ബോ എന്ന ഭാഗത്താണ് സംഭവിച്ചത്. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാണ് ബോ. ബോയ്ക്ക് മുകളിലുള്ള ഭാഗത്തെ സ്റ്റേൺ എന്നും അതിന് താഴെയുള്ള ഭാഗത്തെ കീൽ എന്നുമാണ് വിളിക്കുന്നത്. ഏകദേശം 10 സെക്കൻഡ് കപ്പൽ മഞ്ഞുമലയോടൊപ്പം തെന്നി നീങ്ങി. ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇത് കാരണം കപ്പലിൻ്റെ പ്രധാന ഭാഗത്ത് ചില ചെറിയ ദ്വാരങ്ങളുണ്ടായി. ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു കഷ്ണം ഐസിന് ഒരു ലോഹത്തെ മുറിക്കാൻ എങ്ങനെ സാധിക്കും? അതിനെ എങ്ങനെ തുളയ്ക്കാൻ സാധിക്കും? നിങ്ങളുടെ ഫ്രിഡ്ജിലെ ഐസ് വെച്ച് ഒരു മഞ്ഞുമലയെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത് ലോഹം തുളയ്ക്കില്ല. എന്നാൽ ഒരു മഞ്ഞുമലയുടെ ഭാരം ഓർക്കുക. മരത്തിന് പോലും ലോഹത്തെ തുളയ്ക്കാൻ കഴിയില്ല. എന്നിട്ടും ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു കാർ ഒരു മരത്തിലിടിക്കുകയും കഷ്ണങ്ങളായി തകരുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു മഞ്ഞുമലയുടെ ഭാരം കാരണം അത് വളരെ വലുതായതിനാൽ അത് ഈ ടൈറ്റാനിക്കിന് ഗുരുതരമായി നശിപ്പിച്ചു. കൂട്ടിയിടി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ക്യാപ്റ്റൻ സ്മിത്തും കപ്പലിൻ്റെ ആർക്കിടെക്ട് തോമസ് ആൻഡ്രൂസും കപ്പലിന് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്ന് കാണാനെത്തി. അത് കണ്ടപ്പോൾ കപ്പൽ മുങ്ങുമെന്ന് അവർക്ക് മനസ്സിലായി. ഇത് കണ്ട് അവർ പൂർണ്ണമായും ഭയപ്പെടുകയാണ് ഉണ്ടായത്. കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്ന് അവർ കരുതിയിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരിക്കലും മുങ്ങില്ലെന്ന് ടൈറ്റാനിക്കിനെ കണക്കാക്കപ്പെട്ടിരുന്നുവെന്ന്. കാരണം ഈ കപ്പലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതിശയകരമായിരുന്നു. അതിനെ അങ്ങനെയാക്കിയ 2 പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി ഈ കപ്പലിന് ഇരട്ട അടിത്തറയുണ്ടായിരുന്നു. കപ്പലിൻ്റെ പ്രധാന ഭാഗമാണ് ഹൾ. ഇരട്ട അടിത്തറയുള്ള ഹൾ എന്നാൽ ഇവിടെ 2 പാളികൾ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. താഴെ നിന്ന് ഒരു പാളി തകർന്നാൽ മറ്റേ പാളി നിലനിൽക്കും. രണ്ടാമതായി കപ്പലിൻ്റെ പ്രധാന ഹൾ 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിരുന്നു. 16-ൽ 4 കമ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളം നിറഞ്ഞാൽ പോലും കപ്പൽ മുങ്ങിക്കിടക്കും. കപ്പലിനെ അത് ബാധിക്കില്ല. എന്നാൽ മഞ്ഞുമല മൂലമുണ്ടായ ആഘാതം കപ്പലിൻ്റെ മുൻവശത്തായിരുന്നു. അതിനാൽ ഇരട്ട അടിത്തറ ഹൾ ഉപയോഗശൂന്യമായിരുന്നു. വലതുവശത്ത് ഒരു പാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതായി ആഘാതം വളരെ വലുതായിരുന്നു. 16-ൽ 6 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ ഇതിനകം തകർന്നിരുന്നു. അവ വെള്ളം നിറഞ്ഞു. പരിധി 4 വരെയായിരുന്നു. 6 കമ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളം നിറഞ്ഞാൽ കപ്പലിനെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നു. കൂട്ടിയിടി കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റിന് ശേഷം അർദ്ധരാത്രിയിൽ ക്യാപ്റ്റൻ സ്മിത്ത് റേഡിയോയിലേക്ക് ഒരു ദുരിത സന്ദേശം അയക്കാൻ തൻ്റെ ജീവനക്കാരോട് ഉത്തരവിട്ടു. ആ സന്ദേശം കിട്ടുമ്പോൾ അടുത്തുള്ള കപ്പലുകൾക്ക് അവരെ രക്ഷിക്കാൻ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സീനിയർ റേഡിയോ ഓപ്പറേറ്റർ ജാക്ക് ഫിലിപ്സ് നമ്മുടെ കഥയിലെ നായകനായി മാറുന്നു. തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി അവർ ദുരിത സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് SOS സിഗ്നലുകൾ. പ്രതികരണമില്ല. സിഗ്നലുകൾ കേൾക്കുന്ന അടുത്തെങ്കിലുമുള്ള ഏതെങ്കിലും കപ്പൽ ഉണ്ടാകണമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. 20 മിനിറ്റിന് ശേഷം 12:20 ടൈറ്റാനിക്കിന് സമീപം ഉണ്ടായിരുന്ന ഒരു കപ്പലായ RMS കാർപാത്തിയ അവർക്ക് ഈ സിഗ്നൽ ലഭിക്കുന്നു. അവർ റേഡിയോയിലൂടെ ടൈറ്റാനിക് ഓപ്പറേറ്ററുമായി സംസാരിച്ചിട്ട് പറയുന്നു, നമുക്ക് കപ്പൽ ടൈറ്റാനിക്കിന്റെ ദിശയിലേക്ക് തിരിക്കാമെന്ന്. അവർ രക്ഷിക്കാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കപ്പൽ സമീപത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 107 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവർ പരമാവധി വേഗതയിൽ ടൈറ്റാനിക്കിന്റെ ദിശയിലേക്ക് പോയാൽ ടൈറ്റാനിക്കിൽ എത്താൻ 3.5 മണിക്കൂർ എടുക്കും. 3.5 മണിക്കൂറിനുള്ളിൽ ടൈറ്റാനിക്കിന് അതിജീവിക്കാൻ കഴിയുമോ? ബാക്കിയുള്ള ജീവനക്കാർ ആകാശത്തേക്ക് തീജ്വാലകളും റോക്കറ്റുകളും കത്തിക്കുന്നു. അടുത്തുള്ള ഒരു കപ്പൽ അവരെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കാർപാത്തിയൻ കപ്പൽ ഒഴികെ മറ്റൊരു കപ്പലും റെസ്പോണ്ട് ചെയ്യില്ല. അതിനിടയിൽ കപ്പലിലെ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് യാത്രക്കാരെ ഒഴിപ്പിക്കാൻ ക്യാപ്റ്റൻ ഉത്തരവിട്ടു. പ്രോട്ടോകോൾ അനുസരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടുകളിൽ കയറ്റാൻ ആദ്യ പരിഗണന നൽകും. കപ്പലിലെ യാത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അത്ര ഭയമുണ്ടായിരുന്നില്ല. ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പലാണെന്ന് മിക്ക യാത്രക്കാരും അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പലരും കപ്പലിൽ നിന്ന് ലൈഫ് ബോട്ടുകളിലേക്ക് മാറാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും പരസ്യങ്ങൾ പുറത്തിറക്കിയ കമ്പനി ആവർത്തിച്ച് പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. ഒരു മഞ്ഞുമലയിൽ ഇടിച്ചതുകൊണ്ട് കപ്പൽ മുങ്ങാൻ പോകുന്നില്ല. അതേ കാരണം കൊണ്ട് ആദ്യത്തെ ലൈഫ് ബോട്ട് താഴ്ത്തിയപ്പോൾ അതിന് 65 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരുന്നു. എന്നാൽ ആ ലൈഫ് ബോട്ടിൽ 28 പേർ മാത്രമേ പോയുള്ളൂ. പകുതി ലൈഫ് ബോട്ടും കാലിയായി താഴെ ഇറങ്ങി. എന്നാൽ കാലക്രമേണ ഓരോന്നായി കമ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളം നിറഞ്ഞു. കപ്പൽ ചെരിയാൻ തുടങ്ങി. ക്രമേണ ഈ കപ്പൽ ശരിക്കും മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് യാത്രക്കാർക്ക് മനസ്സിലായി തുടങ്ങി. യാത്രക്കാർക്ക് ഇത് മനസ്സിലായപ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി.
പുലർച്ചെ 1 മണിയോടെ കപ്പലിൻ്റെ മുൻവശത്തെ കമ്പാർട്ട്മെൻറ്റുകൾ വെള്ളം നിറഞ്ഞ് കപ്പലിൻ്റെ മുൻഭാഗം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ഇത് കാരണം ടൈറ്റാനിക്കിൻ്റെ പിൻഭാഗം വെള്ളത്തിന് മുകളിലേക്ക് വന്നു. പ്രൊപ്പല്ലറുകൾ വെള്ളത്തിന് പുറത്തായി. കപ്പൽ ഇത്രയധികം ചെരിഞ്ഞപ്പോൾ ബഹളമുണ്ടായി. ലൈഫ് ബോട്ടുകളിൽ ഇരിക്കാൻ ആളുകൾ പരസ്പരം വഴക്കിടാൻ തുടങ്ങി. കപ്പലിൽ ലൈഫ് ബോട്ടുകളുടെ കടുത്ത ക്ഷാമമുണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. 20 ലൈഫ് ബോട്ടുകൾ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഏകദേശം 1200 പേർക്ക് മാത്രമേ അതിൽ വരാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കപ്പലിൽ ഏകദേശം 2200 ആളുകളുണ്ടായിരുന്നു. സമയം 2:05 ആയപ്പോഴേക്കും ടൈറ്റാനിക്കിൻ്റെ അവസാന ലൈഫ് ബോട്ട് മുങ്ങിപ്പോയി. എന്നാൽ അപ്പോഴും 1500 പേർ കപ്പലിൽ ഉണ്ടായിരുന്നു. ഈ ബഹളത്തിനിടയിലും ചിലർ ലൈഫ് ബോട്ടിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചിലർ തങ്ങളുടെ വിധി അംഗീകരിച്ച് കപ്പലിൽ തന്നെ തുടർന്നു. അവസാനം വളരെ ദയനീയമായി എല്ലാവരും കരയുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അവശേഷിച്ച ഏതാനും ലൈഫ് ബോട്ടുകളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് ഏകദേശം 2:20 കപ്പൽ രണ്ടായി പിളർന്നു. എന്നിട്ട് പതുക്കെ അത് വെള്ളത്തിലേക്ക് താഴ്ന്നു. ഒരിക്കലും മുങ്ങില്ലെന്ന് കരുതിയ ഈ കപ്പൽ വെള്ളത്തിൽ മുങ്ങാൻ വെറും 3 മണിക്കൂർ പോലും എടുത്തില്ല. കപ്പലിലുണ്ടായിരുന്ന 1500 പേരും കപ്പലിനൊപ്പം വെള്ളത്തിലേക്ക് താഴ്ന്നു. നീന്താൻ അറിയുന്നവർ പോലും വെള്ളത്തിൻ്റെ താപനില -2 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹൈപ്പോതെർമിയ, അതായത് കൊടും തണുപ്പ് മൂലം മരിക്കേണ്ടി വന്നു. ഹൈപ്പോതെർമിയ കാരണം ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് അവസാനം വരെ തൻ്റെ കപ്പലിൻ്റെ ചക്രം പിടിച്ചിരുന്നുവെന്നും കപ്പലിനൊപ്പം മുങ്ങിപ്പോയെന്നും പറയപ്പെടുന്നു. ചിലർ പറയുന്നത് അദ്ദേഹം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ്. ടൈറ്റാനിക്കിലെ ആളുകളെ രക്ഷിക്കാൻ പുറപ്പെട്ട RMS കാർപാത്തിയ 3:30-4 മണിയോടെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ ഏകദേശം 1 മണിക്കൂർ വൈകി. എന്നാൽ ലൈഫ് ബോട്ടുകളിൽ കപ്പൽ വിട്ട ആളുകൾ ഏകദേശം 705 പേരുണ്ടായിരുന്നു. അവരെ കപ്പൽ വിജയകരമായി രക്ഷിച്ചു. ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് ശേഷം നിരവധി ചോദ്യങ്ങൾ ഉയർന്നു, നിരവധി വിവാദങ്ങൾ ഉയർന്നു, നിരവധി അന്വേഷണങ്ങൾ നടത്തി. എല്ലാവരെയും ഞെട്ടിച്ച ചില അറിയപ്പെടാത്ത കാര്യങ്ങൾ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. ടൈറ്റാനിക്കിൽ നിന്ന് വെറും 37 കിലോമീറ്റർ അകലെ അന്ന് രാത്രി മറ്റൊരു കപ്പൽ ഉണ്ടായിരുന്നുവെന്നും ടൈറ്റാനിക്കിലെ യാത്രക്കാരെ രക്ഷിക്കാൻ സമയത്തിന് എത്താൻ കഴിയുമായിരുന്നുവെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ഇത് സത്യമാണ്. ആ കപ്പലിൻ്റെ പേരാണ് SS കാലിഫോർണിയൻ. ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിക്കുന്നതിന് തൊട്ടു മുൻപ് SS കാലിഫോർണിയനിൽ നിന്ന് അവസാനത്തെ മഞ്ഞുമല മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. ഈ കടലിൽ ധാരാളം മഞ്ഞുമലകളുണ്ട്. അതിനുശേഷം ഏകദേശം 11:15 കാലിഫോർണിയൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർ അതിൻ്റെ റേഡിയോ ഓഫ് ചെയ്തു. കാലിഫോർണിയൻ കപ്പൽ രാത്രിയിൽ യാത്ര അപകടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മുൻപോട്ട് പോകാതെ നിർത്തിയിട്ടു. കപ്പൽ നിർത്തി റേഡിയോ ഓഫ് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിലാണ് ഒരു ദുരിത സിഗ്നൽ പോലും അവർക്ക് ലഭിക്കാതിരുന്നത്. എന്നാൽ ഈ കപ്പൽ ടൈറ്റാനിക്കിന് വളരെ അടുത്തായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ ഡെക്കിലെ യാത്രക്കാർക്ക് കാലിഫോർണിയൻ കപ്പൽ ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. ടൈറ്റാനിക്കിലെ ഉദ്യോഗസ്ഥർ യാത്രക്കാരെ ലൈഫ് ബോട്ടുകളിൽ ഇരുത്തുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ദൂരേക്ക് നോക്കിയപ്പോൾ അത് കാണുക വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സംഭവം എല്ലാവർക്കും നന്നായി അറിയാം. കാരണം ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് സിനിമയിലൂടെ ലോകമെമ്പാടും ഈ ദുരന്തം ചർച്ചയായി മാറിയിരുന്നു. റോസിൻ്റെയും ജാക്കിൻ്റെയും പ്രണയകഥയ്ക്കപ്പുറം യഥാർത്ഥ ചരിത്രം നമ്മോട് എന്താണ് പറയുന്നത്? ഔദ്യോഗികമായി ഇത് ഒരു അപകടമായിരുന്നു. മഞ്ഞുമലയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചു. ലൈഫ് ബോട്ടുകൾ പോരായിരുന്നു. കപ്പൽ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. പക്ഷേ ഈ കഥ അത്ര ലളിതമാണോ? നമുക്കറിയാം, ചരിത്രം എപ്പോഴും വിജയികൾ എഴുതുന്നതാണ്. ടൈറ്റാനിക്കിൻ്റെ പിന്നിൽ ആരോ മറച്ചുവെച്ച ഒരു ഇരുണ്ട രഹസ്യമുണ്ടോ? ഇല്ലേ? എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടാകും. ഇതൊക്കെ കേരളത്തിലിരിക്കുന്ന നമുക്ക് എന്താണ്? പക്ഷേ ചിന്തിക്കൂ, നമ്മുടെ നാട്ടിലെ ചരിത്രത്തിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ടൈറ്റാനിക്കിൻ്റെ കഥ ലോകത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. അധികാരവും പണവും എങ്ങനെ സത്യത്തെ മറയ്ക്കുന്നു എന്നതിൻ്റെ തെളിവ്. വാ, ഈ കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഒരു യാത്ര പോകാം. ടൈറ്റാനിക്കിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നും ഈ അപകടത്തെ ചുറ്റിപ്പറ്റിയുള്ള പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും എന്താണെന്നും നമുക്ക് നോക്കാം. ടൈറ്റാനിക് ഒരു കപ്പൽ മാത്രമായിരുന്നില്ല, ഒരു യുഗത്തിൻ്റെ പ്രതീകമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വ്യാവസായിക വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചു. യൂറോപ്പും അമേരിക്കയും തമ്മിൽ ആഡംബര കപ്പലുകളുടെ മത്സരം നടക്കുകയായിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനി ടൈറ്റാനിക്കിനെ മുങ്ങാത്ത കപ്പൽ എന്ന് വിളിച്ചു. 46,000 ടൺ ഭാരം, 882 അടി നീളം, 11 നിലകളുള്ള ഒരു നീന്തുന്ന കൊട്ടാരം, സമ്പന്നർക്ക് സ്വർണം പൂശിയ ഗോവണികളും പാവങ്ങൾക്ക് കുടിയേറ്റത്തിന്റെ സ്വപ്നവും. ടൈറ്റാനിക് എല്ലാവർക്കും പലതും വാഗ്ദാനം ചെയ്തു. സിനിമയിൽ കണ്ട ടൈറ്റാനിക്കിലെ ആ വലിയ ഗോവണിയും ആഡംബര ജീവിതവും അത് യഥാർത്ഥമായിരുന്നു. പക്ഷേ ഈ ആഡംബരത്തിന് പിന്നിൽ ഒരു മത്സരം നടക്കുകയായിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ എതിരാളികൾ ക്യൂനാർഡ് ലൈൻ വേഗത്തിൽ മുന്നിട്ട് നിന്നു. ടൈറ്റാനിക് വലിപ്പത്തിലും ആഡംബരത്തിലും വേഗത്തിലും അവരെ മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ടൈറ്റാനിക്കിന് 64 ലൈഫ് ബോട്ടുകൾ വേണമായിരുന്നു.
പക്ഷേ അവർ 20 എണ്ണം മാത്രമാണ് വെച്ചത്. എന്തുകൊണ്ട്? കാരണം ലൈഫ് ബോട്ടുകൾ ഡെക്കിൻ്റെ സൗന്ദര്യം കുറയ്ക്കുമെന്ന് അവർ കരുതി. ഇത് അഹങ്കാരമോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമോ ആയിരുന്നോ? ഇതൊക്കെ ആസൂത്രിതമായിരുന്നോ എന്ന ചോദ്യം ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ലോകം നടുങ്ങിയെങ്കിലും ചിലർക്ക് ഇതൊരു ആശ്വാസമായിരുന്നു. ആരാണ് ഈ ചിലർ? എന്താണ് അവർ ആഗ്രഹിച്ചത്? ടൈറ്റാനിക്കിൻ്റെ ദുരന്തം ഒരു അപകടമായിരുന്നുവെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമാണ്. ഈ സിദ്ധാന്തങ്ങൾ ചരിത്രകാരന്മാർ, ഗവേഷകർ, ഗൂഢാലോചനവാദികൾ എന്നിവർക്കിടയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ചില പ്രധാന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഒളിമ്പിക് ടൈറ്റാനിക് കപ്പൽ മാറ്റിവെക്കൽ സിദ്ധാന്തം. ഏറ്റവും പ്രചാരമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ടൈറ്റാനിക്കിന് പകരം അതിൻ്റെ സഹോദര കപ്പലായ ഒളിമ്പിക് മുക്കപ്പെട്ടു എന്ന വാദം. ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് പുറത്തിറങ്ങിയ ഒളിമ്പിക് 1911 ബ്രിട്ടീഷ് നാവികസേനയുടെ ഒരു കപ്പലായ HMS ഹോക്കുമായിട്ട് കൂട്ടിയിടിച്ച് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ അപകടത്തിന്റെ ഫലമായി വൈറ്റ് സ്റ്റാർ ലൈനിന് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നു. കാരണം ഇൻഷുറൻസ് കമ്പനി ഒളിമ്പിക്കിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം നൽകാൻ വിസമ്മതിച്ചു. ഈ സിദ്ധാന്തം അനുസരിച്ച് വൈറ്റ് സ്റ്റാർ ലൈൻ ഒളിമ്പിക്കിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പകരം ഒളിമ്പിക്കിനെ ടൈറ്റാനിക്കിന്റെ പേര് നൽകി കടലിൽ ഇറക്കി. ഇൻഷുറൻസ് തട്ടിപ്പിനായി മനഃപൂർവ്വം മുക്കുകയായിരുന്നു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 1985 കണ്ടെത്തിയപ്പോൾ കപ്പലിന്റെ ഹൾ നമ്പർ 401, അതായത് ടൈറ്റാനിക്കിന്റെ നമ്പർ ആയിരുന്നു എന്ന് തെളിഞ്ഞു. എന്നാൽ ഗൂഢാലോചനവാദികൾ ഇത് വ്യാജമാണെന്ന് വാദിക്കുന്നു. ഈ സിദ്ധാന്തം ആകർഷകമാണെങ്കിലും ഇതിന് ശക്തമായ തെളിവുകളില്ല. ഒളിമ്പിക്കിന്റെയും ടൈറ്റാനിക്കിന്റെയും രൂപകൽപ്പനയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവ കപ്പലിന്റെ ഡെക്കുകളിലും ജനാലകളുടെ ക്രമീകരണത്തിലും പ്രകടമാണ്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ ടൈറ്റാനിക്കിന്റെ ഡിസൈനിന് അനുസൃതമാണ്. മാത്രമല്ല, ഒരു കപ്പലിന്റെ പേര് മാറ്റി മറ്റൊരു കപ്പലിന്റെ പേര് നൽകുക എന്നത് വലിയൊരു ഗൂഢാലോചനയാണ്. ഇത് 100 കണക്കിന് ജോലിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അറിവുണ്ടായിരിക്കണം. ഇത്രയും വലിയ ഒരു രഹസ്യം ഒരിക്കലും പുറത്തു വരാതിരിക്കുക എന്നത് അസാധ്യമാണ്. രണ്ടാമതാണ് JP മോർഗന്റെ ഗൂഢാലോചന. വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഉടമസ്ഥനായ ഇന്റർനാഷണൽ മാർക്കന്റൈൻ മറൈൻ, അതായത് IMM കമ്പനിയുടെ തലവനായിരുന്ന JP മോർഗൻ ടൈറ്റാനിക്കിന്റെ ദുരന്തത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ചില ഗൂഢാലോചനവാദികൾ വിശ്വസിക്കുന്നു. ഈ സിദ്ധാന്തം അനുസരിച്ച് മോർഗൻ ടൈറ്റാനിക്കിന്റെ യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് റദ്ദാക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന മോർഗൻ അവസാന നിമിഷം യാത്ര റദ്ദാക്കി. ഇത് സംശയങ്ങൾക്ക് കാരണമായി. ഈ സിദ്ധാന്തം പറയുന്നത് മോർഗൻ തൻ്റെ എതിരാളികളായ ബിസിനസ്സുകാരെ ഒഴിവാക്കാൻ ടൈറ്റാനിക് ദുരന്തം ആസൂത്രണം ചെയ്തുവെന്നാണ്. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്തിരുന്ന പ്രമുഖരായ ജോൺ ജേക്കബ് ആസ്റ്റൺ ഫോർ, ബെഞ്ചമിൻ ഗുഗൻഹൈം, ഇസിഡോർ സ്ട്രോസ് എന്നിവർ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന് രൂപീകരണത്തിന് എതിരായിരുന്നു. 1913 ഫെഡറൽ റിസർവ് സ്ഥാപിക്കപ്പെട്ടതിനാൽ ഈ വ്യക്തികളുടെ മരണം മോർഗന്റെ ബാങ്കിംഗ് താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായിരുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. ഈ സിദ്ധാന്തവും ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. JP മോർഗൻ യാത്ര റദ്ദാക്കിയത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാം. എന്നാൽ ഇതിന് ഔദ്യോഗികമായ രേഖകളില്ല. മാത്രമല്ല, ഒരു കപ്പൽ മുഴുവൻ മുക്കി എതിരാളികളെ ഒഴിവാക്കുക എന്നത് അത്യന്തം സങ്കീർണവും അപകടകരവുമായ ഒരു പദ്ധതിയാണ്. ടൈറ്റാനിക്കിന്റെ യാത്രക്കാർ ഫെഡറൽ റിസർവിനെ എതിർത്തിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളുമില്ല. മൂന്നാമത്തതാണ് മമ്മി ശാപം. ഒരു അസാധാരണ ഗൂഢാലോചന സിദ്ധാന്തമാണ് മമ്മി ശാപം. ഈ സിദ്ധാന്തം അനുസരിച്ച് ടൈറ്റാനിക്കിൽ ഒരു ഈജിപ്ഷ്യൻ മമ്മി ഗതാഗതം ചെയ്യപ്പെട്ടിരുന്നു. അത് ശാപഗ്രസ്തയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കളോടുള്ള താല്പര്യം യൂറോപ്പിൽ വർദ്ധിച്ചിരുന്നു. ഇത് മമ്മികളുടെ കടത്തിന് കാരണമായി. ടൈറ്റാനിക്കിൽ അമുൻഡോഫിന്റെ മമ്മി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു മമ്മി ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ശാപം ദുരന്തത്തിന് കാരണമായെന്നും ചിലർ വിശ്വസിക്കുന്നു. ഈ സിദ്ധാന്തം പൂർണ്ണമായും ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ടൈറ്റാനിക്കിൽ ഒരു മമ്മി ഉണ്ടായിരുന്നുവെന്നതിന് യാതൊരു രേഖകളുമില്ല. കപ്പലിന്റെ കാർഗോ ലിസ്റ്റിൽ മമ്മി ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അവശിഷ്ടങ്ങളിൽ ഇത്തരം ഒരു വസ്തു കണ്ടെത്തിയിട്ടുമില്ല. ഈ കഥ ഒരു പക്ഷേ ദുരന്തത്തിന്റെ ആഘാതം മൂലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ഒരു മിത്താകാൻ സാധ്യതയുണ്ട്. നാലാമതാണ് ജർമ്മൻ യു-ബോട്ട് ആക്രമണം. 1912 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിലും ചില ഗൂഢാലോചനവാദികൾ ടൈറ്റാനിക്കിന്റെ ദുരന്തം ഒരു ജർമ്മൻ യു-ബോട്ട് ആക്രമണം മൂലമായിരുന്നെന്ന് വാദിക്കുന്നു. ഈ സിദ്ധാന്തം പറയുന്നത് ജർമ്മനി ബ്രിട്ടന്റെ സമുദ്ര ശക്തിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ടൈറ്റാനിക്കിനെ ആക്രമിച്ചു എന്നാണ്. ഈ സിദ്ധാന്തത്തിന് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനവുമില്ല. 1912 ജർമ്മൻ യു ബോട്ടുകൾ സജീവമായിരുന്നില്ല. മാത്രമല്ല, ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ ഒരു ഡോർപിഡോ ആക്രമണത്തിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിട്ടില്ല. അഞ്ചാമത്താണ് നാസയും ചന്ദ്രന്റെ ഗൂഢാലോചനയും. ഒരു ആധുനിക ഗൂഢാലോചന സിദ്ധാന്തമാണിത്. ടൈറ്റാനിക്കിന്റെ ദുരന്തം നാസയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് അവർ വാദിക്കുന്നത്. ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ ചന്ദ്രനിലെ അന്യഗ്രഹ അവശിഷ്ടങ്ങൾ മറയ്ക്കാൻ ഉപയോഗിച്ചുവെന്നാണ്.
1960കളിൽ നാസയുടെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് മുമ്പ് ടൈറ്റാനിക് ദുരന്തം നടന്നുവെന്നത് ഈ സിദ്ധാന്തത്തിന് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. ഈ സിദ്ധാന്തം പൂർണ്ണമായും ഭാവന സൃഷ്ടിയാണ്. നാസ 1958 സ്ഥാപിതമായപ്പോൾ ടൈറ്റാനിക് ദുരന്തം 46 വർഷം മുമ്പ് നടന്നിരുന്നു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 1985 റോബർട്ട് ബല്ലാർഡിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തപ്പെട്ടു. അവയ്ക്ക് ചന്ദ്രനുമായി യാതൊരു ബന്ധവുമില്ല. ആറാമത്തതാണ് ഇലുമിനാറ്റിയുടെ ഇടപെടൽ. ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ടൈറ്റാനിക്കിന്റെ ദുരന്തത്തിന്റെ കാര്യത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നത് ടൈറ്റാനിക്കിന്റെ യാത്രക്കാരിൽ ചിലർ, പ്രത്യേകിച്ച് ജോൺ ജേക്കബ് ആസ്റ്റൺ ഫോർ, ബെഞ്ചമിൻ ഗുഗൻഹാം, ഇസിഡോർ സ്ട്രോസ്, ഇലുമിനാറ്റിയുടെ ആഗോള ബാങ്കിംഗ് സാമ്പത്തിക പദ്ധതികൾക്ക് വിഘാതം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരായിരുന്നു എന്നാണ്. ഈ വ്യക്തികൾ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന്റെ രൂപീകരണത്തിന് എതിരായിരുന്നുവെന്നും അവരെ ഒഴിവാക്കാൻ ഇലുമിനാറ്റി ടൈറ്റാനിക്കിന്റെ ദുരന്തം ആസൂത്രണം ചെയ്തുവെന്നും വാദിക്കപ്പെടുന്നു. ഈ സിദ്ധാന്തത്തിന്റെ അനുയായികൾ ടൈറ്റാനിക്കിന്റെ യാത്രയിൽ നിന്ന് JP മോർഗൻ ഒഴിവായത് ഇലുമിനാറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ കപ്പലിന്റെ ഡിസൈനിലെ പോരായ്മകളും ലൈഫ് ബോട്ടുകളുടെ കുറവും മഞ്ഞുമല മുന്നറിയിപ്പുകളോടുള്ള അവഗണനയും ഒരു രഹസ്യ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് അവർ വാദിക്കുന്നു. ഇലുമിനാറ്റി സിദ്ധാന്തം ജനപ്രിയ സംസ്കാരത്തിൽ വ്യാപകമായെങ്കിലും ഇതിന് യാതൊരു ചരിത്രപരമായ തെളിവുമില്ല. ഇലുമിനാറ്റി എന്ന സംഘടന 18-ാം നൂറ്റാണ്ടിൽ ബവേറിയയിൽ നിലവിൽ വന്നെങ്കിലും 19-ാം നൂറ്റാണ്ടോടെ അത് നിർജ്ജീവമായിരുന്നു. ടൈറ്റാനിക്കിനെ ദുരന്തവുമായി ഇലുമിനാറ്റിയെ ബന്ധപ്പെടുത്തുന്നത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനങ്ങളിലാണ്. മാത്രമല്ല, ഫെഡറൽ റിസർവിനെ എതിർത്തുവെന്ന് കരുതപ്പെടുന്ന യാത്രക്കാർ അത്തരം ഒരു നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ചതിന്റെ രേഖകളുമില്ല. ഏഴാമതാണ് SS കാലിഫോർണിയന്റെ ഉദാസീനതയും ഗൂഢാലോചനയും. ടൈറ്റാനിക്കിന്റെ ദുരന്ത സമയത്ത് അടുത്തുള്ള SS കാലിഫോർണിയൻ എന്ന കപ്പൽ SOS സന്ദേശങ്ങൾ ലഭിച്ചിട്ടും രക്ഷാപ്രവർത്തനത്തിനെത്തിയില്ല. ഈ ഗൂഢാലോചന സിദ്ധാന്തം വാദിക്കുന്നത് SS കാലിഫോർണിയന്റെ ക്യാപ്റ്റൻ സ്റ്റാൻലി ലോഡ് ടൈറ്റാനിക്കിന്റെ മുങ്ങൽ ബോധപൂർവ്വം അവഗണിച്ചുവെന്നാണ്. ചിലർ പറയുന്നത് വൈറ്റ് സ്റ്റാർ ലൈനിന്റെ എതിരാളിയായ ലൈലാൻഡ് ലൈനിന്റെ ഉടമസ്ഥതയിലുള്ള SS കാലിഫോർണിയൻ ടൈറ്റാനിക്കിന്റെ ദുരന്തം ഉപയോഗിച്ച് വൈറ്റ് സ്റ്റാർ ലൈനിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ്. മറ്റൊരു വാദം SS കാലിഫോർണിയന്റെ റേഡിയോ ഓപ്പറേറ്റർ ബോധപൂർവ്വം ടൈറ്റാനിക്കിന്റെ SOS സന്ദേശങ്ങൾ അവഗണിച്ചുവെന്നാണ്. ഈ സിദ്ധാന്തം ടൈറ്റാനിക്കിന്റെ ദുരന്തം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും SS കാലിഫോർണിയന്റെ ഉദാസീനത ഒരു പദ്ധതിയുടെ ഘടകമായിരുന്നുവെന്നും അവകാശപ്പെടുന്നു. ഈ കപ്പലിന്റെ ഉദാസീനത ടൈറ്റാനിക് ദുരന്തത്തിന്റെ അന്വേഷണങ്ങളിൽ വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നതിന് ഒരു തെളിവുകളുമില്ല. SS കാലിഫോർണിയന്റെ റേഡിയോ ഓപ്പറേറ്റർ രാത്രി വിശ്രമത്തിലായിരുന്നു. മാത്രമല്ല, കപ്പൽ മഞ്ഞുമലകളിൽ നങ്കൂരമിട്ട് നിന്നതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ക്യാപ്റ്റൻ ലോഡിന്റെ തീരുമാനങ്ങൾ അശ്രദ്ധയുടെ ഫലമായിരിക്കാം, പക്ഷേ അവ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. എട്ടാമത്തതാണ് അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ. ഒരു അസാധാരണ ഗൂഢാലോചന സിദ്ധാന്തമാണ് ടൈറ്റാനിക്കിന്റെ ദുരന്തം അന്യഗ്രഹ ജീവികളുടെ ഇടപെടലിന്റെ ഫലമാണെന്ന്. ഈ സിദ്ധാന്തത്തിന്റെ അനുയായികൾ വാദിക്കുന്നത് 1912 വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അന്യഗ്രഹ വാഹനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അവ ടൈറ്റാനിക്കിന്റെ നാവിഗേഷൻ സംവിധാനങ്ങളെ തകരാറിലാക്കി അല്ലെങ്കിൽ മഞ്ഞുമലകളെ മനഃപൂർവ്വം കപ്പലിന്റെ പാതയിലേക്ക് ഒഴുക്കിവിട്ടുവെന്നാണ്. ചിലർ പറയുന്നത് ടൈറ്റാനിക്കിന്റെ ദുരന്തം മനുഷ്യരാശിയുടെ സാങ്കേതിക പുരോഗതിയെ തടയാനുള്ള അന്യഗ്രഹ ശ്രമമായിരുന്നുവെന്നാണ്. ഈ സിദ്ധാന്തം പൂർണ്ണമായും ഭാവന സൃഷ്ടിയാണ്. 1912 UFOകളുടെ സാന്നിധ്യത്തിനോ അന്യഗ്രഹ ഇടപെടലിനോ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല, ഇന്നും ലഭിച്ചിട്ടില്ല. ഈ സിദ്ധാന്തം ആധുനിക UFO വിശ്വാസികൾക്കിടയിൽ ജനപ്രിയമാണെങ്കിലും ചരിത്രപരമായ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. ഒൻപതാമതാണ് ബോധപൂർവമായ മഞ്ഞുമല തിരഞ്ഞെടുപ്പ്. ഈ ഗൂഢാലോചന സിദ്ധാന്തം ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനും ഉന്നത ഉദ്യോഗസ്ഥർക്കും മഞ്ഞുമലകളെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും എന്നിട്ടും മനഃപൂർവ്വം അപകടകരമായ ഒരു പാതയിലൂടെ കപ്പൽ ഓടിച്ചുവെന്നും വാദിക്കുന്നു. ചിലർ പറയുന്നത് ടൈറ്റാനിക്കിന്റെ മുങ്ങാത്ത കപ്പൽ എന്ന പ്രതിച്ഛായ പരീക്ഷിക്കാൻ വൈറ്റ് സ്റ്റാർ ലൈൻ ആഗ്രഹിച്ചുവെന്നാണ്. മറ്റുള്ളവർ വാദിക്കുന്നത് ഈ തീരുമാനം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ്. ഈ സിദ്ധാന്തത്തിന്റെ ഒരു വകഭേദം ടൈറ്റാനിക്കിന്റെ റേഡിയോ ഓപ്പറേറ്റർമാർ മഞ്ഞുമല മുന്നറിയിപ്പുകൾ മനഃപൂർവ്വം അവഗണിച്ചുവെന്നാണ്. കപ്പലിന്റെ നാവിഗേഷൻ സംവിധാനങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരുന്നുവെന്നും അവകാശപ്പെടുന്നു. ഈ സിദ്ധാന്തങ്ങളും ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് 20 വർഷത്തിലധികം പരിചയമുള്ള ഒരു വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അഹങ്കാരത്തിന്റെയോ അശ്രദ്ധയുടെ ഫലമായിരിക്കാം.
പക്ഷേ ബോധപൂർവമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. മഞ്ഞുമല മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നുവെങ്കിലും അക്കാലത്തെ സമുദ്രയാത്രാ രീതികൾ അത്തരം മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണാൻ പ്രേരിപ്പിച്ചിരുന്നില്ല. പത്താമതാണ് ടൈറ്റാനിക്കിന്റെ ഡിസൈനിൽ ബോധപൂർവമായിട്ടുള്ള പോരായ്മകൾ. ഈ ഗൂഢാലോചന സിദ്ധാന്തം ടൈറ്റാനിക്കിന്റെ ഡിസൈനിൽ ബോധപൂർവം പോരായ്മകൾ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് വാദിക്കുന്നു. ഉദാഹരണത്തിന് കപ്പലിന്റെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ മുകളിൽ തുറന്നതായിരുന്നു. ഇത് വെള്ളം ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകാൻ കാരണമായി. കൂടാതെ ലൈഫ് ബോട്ടുകളുടെ എണ്ണം യാത്രക്കാരുടെ മൊത്തം എണ്ണത്തിന്റെ പകുതിയിൽ താഴെ മാത്രമായിരുന്നു. ഈ സിദ്ധാന്തം പറയുന്നത് ഈ പോരായ്മകൾ ഒരു ദുരന്തം ഉറപ്പാക്കാൻ വേണ്ടി ബോധപൂർവം ഉൾപ്പെടുത്തിയതാണെന്നാണ്. ചില ഗൂഢാലോചനവാദികൾ ഹാർലൻഡ് ആൻഡ് വോൾഫ് ഷിപ്പ്യാർഡ് വൈറ്റ് സ്റ്റാർ ലൈനിന്റെ നിർദ്ദേശപ്രകാരം കപ്പലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ദുർബലമാക്കിയെന്ന് വാദിക്കുന്നു. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇൻഷുറൻസ് തട്ടിപ്പോ, എതിരാളികളെ ഒഴിവാക്കലോ അല്ലെങ്കിൽ മറ്റ് രഹസ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ആയിരുന്നു എന്നാണ് വാദിക്കുന്നത്. ടൈറ്റാനിക്കിന്റെ ഡിസൈനിൽ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്നത് ശരിയാണ്, എന്നാൽ ഇവ ബോധപൂർവമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുകളുമില്ല. 1912 സമുദ്രയാത്രാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ടൈറ്റാനിക്കിന്റെ ഡിസൈൻ അത്യാധുനികമായിരുന്നു. ലൈഫ് ബോട്ടുകളുടെ കുറവ് അക്കാലത്തെ നിയന്ത്രണങ്ങളുടെ പോരായ്മയുടെ ഫലമായിരുന്നു, ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ല. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളുടെ ഡിസൈൻ പിഴവ് എഞ്ചിനീയറിംഗ് പരിമിതികളുടെ ഫലമായിരിക്കാം, ബോധപൂർവമായ ഒരു ശ്രമമല്ല. 11ാമതാണ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചന. ഈ ഗൂഢാലോചന സിദ്ധാന്തം അനുസരിച്ച് ടൈറ്റാനിക്കിന്റെ ദുരന്തം സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ഗൂഢാലോചന ആയിരുന്നുവെന്ന് 1912 ലോകമെമ്പാടും തൊഴിലാളി പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ശക്തി പ്രാപിച്ചിരുന്നു. ടൈറ്റാനിക് ധനിക വർഗത്തിന്റെ ആഡംബരത്തിന് പ്രതീകമായിരുന്നു. അതിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ യാത്ര ചെയ്തിരുന്നു. ഈ സിദ്ധാന്തം പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രവർത്തകർ മുതലാളിത്തത്തിന്റെ അഹങ്കാരത്തെ തകർക്കാൻ ടൈറ്റാനിക്കിന്റെ ദുരന്തം ആസൂത്രണം ചെയ്തുവെന്നാണ്. ചില ഗൂഢാലോചനവാദികൾ വിശ്വസിക്കുന്നത് ടൈറ്റാനിക്കിന്റെ ജോലിക്കാരിൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ ഉണ്ടായിരുന്നു. അവർ കപ്പലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ബോധപൂർവം ദുർബലപ്പെടുത്തി. മറ്റൊരു വാദം മഞ്ഞുമല മുന്നറിയിപ്പുകൾ ബോധപൂർവം തെറ്റായി അറിയിക്കപ്പെട്ടുവെന്നാണ്. ഇത് ഒരു തൊഴിലാളി വിപ്ലവത്തിന്റെ പ്രതീകമായി മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു. ഈ സിദ്ധാന്തം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയാണ്, എന്നാൽ ഇതിന് യാതൊരു തെളിവുമില്ല. ടൈറ്റാനിക്കിന്റെ ജോലിക്കാരിൽ സോഷ്യലിസ്റ്റ് പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്നോ അവർ കപ്പലിന്റെ ദുരന്തത്തിന് കാരണമായുവെന്നോ ടൈറ്റാനിക്കിന്റെ ജോലിക്കാരിൽ സോഷ്യലിസ്റ്റ് പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്നോ അവർ കപ്പലിന്റെ ദുരന്തത്തിന് കാരണമായിരുന്നുവെന്നോ തെളിയിക്കുന്ന ഒരു രേഖയുമില്ല. ടൈറ്റാനിക്കിന്റെ ദുരന്തം മുതലാളിത്തത്തിന്റെ അഹങ്കാരത്തിന്റെ ഒരു ഉദാഹരണമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിന്നീട് ഉപയോഗിച്ചിരിക്കാം, എന്നാൽ അത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. 12ാമതാണ് നോവൽ പ്രവചന ഗൂഢാലോചന. ഈ ഗൂഢാലോചന സിദ്ധാന്തം അനുസരിച്ച് ടൈറ്റാനിക്കിന്റെ ദുരന്തം മുൻകൂട്ടി അറിയിക്കപ്പെട്ടിരുന്നുവെന്നും 1898 മോർഗൻ റോബർട്ട്സൺ എഴുതിയ ഫ്യൂട്ടിലിറ്റി ഓർ ദി റെക്ക് ഓഫ് ടൈറ്റൻ എന്ന നോവൽ ഈ ദുരന്തത്തിന്റെ ഒരു പ്രവചനമായിരുന്നുവെന്നും വാദിക്കുന്നു. ഈ നോവലിൽ ടൈറ്റൻ എന്ന കപ്പൽ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് മുങ്ങുന്നതായി വിവരിക്കുന്നു. അത് ടൈറ്റാനിക്കിന്റെ ദുരന്തവുമായി അസാധാരണമായ സാമ്യം പുലർത്തുന്നു. നോവലിലെ കപ്പലിന്റെ വലിപ്പം, ലൈഫ് ബോട്ടുകളുടെ കുറവ്, ദുരന്തം നടക്കുന്ന സമയം, ഏപ്രിൽ മാസം എന്നിവ ടൈറ്റാനിക്കിന്റെ യഥാർത്ഥ സംഭവങ്ങളോട് സമാനമാണ്. ഈ സിദ്ധാന്തത്തിന്റെ അനുയായികൾ വാദിക്കുന്നത് ഈ നോവൽ ഒരു യാദൃശ്ചികമല്ല, മറിച്ച് ടൈറ്റാനിക്കിന്റെ ദുരന്തം ആസൂത്രണം ചെയ്ത ഒരു രഹസ്യ സംഘടനയുടെ മുൻകൂർ അറിയിപ്പായിരുന്നുവെന്നാണ്. ചിലർ പറയുന്നത് മോർഗൻ റോബർട്ട്സൺ, JP മോർഗനോ വൈറ്റ് സ്റ്റാർ ലൈനോ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ്. അത് അദ്ദേഹം നോവലിന്റെ രൂപത്തിൽ വെളിപ്പെടുത്തിയതാണ്. ഫ്യൂട്ടിലിറ്റി നോവലും ടൈറ്റാനിക്കിന്റെ ദുരന്തവും തമ്മിലുള്ള സാമ്യം ആകർഷകമാണ്, എന്നാൽ ഇത് ഒരു യാദൃശ്ചികമായിരിക്കാൻ സാധ്യതയുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വലിയ ആഡംബര കപ്പലുകളുടെ ദുരന്തങ്ങൾ ജനപ്രിയ സാഹിത്യത്തിൽ സാധാരണമായിരുന്നു. ലൈഫ് ബോട്ടുകളുടെ കുറവ്, മഞ്ഞുമലകൾ എന്നിവ അക്കാലത്തെ സമുദ്രയാത്രകളുടെ യഥാർത്ഥ അപകട സാധ്യതകളായിരുന്നു. അപ്പോൾ മോർഗൻ റോബർട്ട്സൺ തന്റെ നോവലിൽ ഉൾപ്പെടുത്തിയതായിരിക്കാം. ഈ നോവൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, റോബർട്ട്സണും JP മോർഗനും തമ്മിൽ യാതൊരു ബന്ധവും രേഖപ്പെടുത്തിയിട്ടില്ല. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആകർഷകമാണെങ്കിലും ടൈറ്റാനിക്കിന്റെ ദുരന്തത്തിന് യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാണ്. ഔദ്യോഗിക അന്വേഷണങ്ങൾ, അതായത് US സെനറ്റ്, ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ട്രേഡ് ചില പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മഞ്ഞുമലകൾ നിറഞ്ഞ പ്രദേശത്ത് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ടൈറ്റാനിക് 22 നോട്ട് വേഗതയിൽ, അതായത് 41 km/h വേഗതയിൽ സഞ്ചരിച്ചു. കപ്പലിന്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് മുങ്ങാത്ത കപ്പൽ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ഈ വേഗത തുടർന്നുകൊണ്ടേയിരുന്നു. ടൈറ്റാനിക്കിൽ യാത്രക്കാരുടെ പകുതിക്ക് മാത്രം ഇടമുള്ള ലൈഫ് ബോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, പല ലൈഫ് ബോട്ടുകളും പൂർണ്ണമായി നിറയ്ക്കാതെ ഇറക്കി. മഞ്ഞുമല മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നുവെങ്കിലും റേഡിയോ ഓപ്പറേറ്റർമാർ അവ ഗൗരവമായി എടുത്തില്ല.
മാത്രമല്ല അടുത്തുള്ള കപ്പലായ SS കാലിഫോർണിയൻ ടൈറ്റാനിക്കിൻ്റെ SOS സന്ദേശങ്ങൾക്ക് പ്രതികരിച്ചില്ല. ടൈറ്റാനിക്കിൻ്റെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ മുകളിൽ തുറന്നതായിരുന്നു. ഇത് വെള്ളം ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകാൻ കാരണമായി. ടൈറ്റാനിക് ദുരന്തം സമുദ്രയാത്രകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മാറ്റിമറിച്ചു. 1911 ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, അതായത് സോളാസ് രൂപീകരിക്കപ്പെട്ടു. അത് ലൈഫ് ബോട്ടുകളുടെ എണ്ണം, റേഡിയോ ആശയവിനിമയം, കപ്പൽ ഡിസൈൻ എന്നിവയിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 1985 കണ്ടെത്തിയത് ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ടൈറ്റാനിക്കിന്റെ ദുരന്തം മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും സാങ്കേതിക വിദ്യയിലുള്ള അമിത വിശ്വാസത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഈ ദുരന്തത്തിന് നിഗൂഢത പകരുന്നുണ്ടെങ്കിലും യഥാർത്ഥ തെളിവുകൾ ഒരു മഞ്ഞുമലയുമായുള്ള കൂട്ടിയിടിയും മനുഷ്യന്റെ അശ്രദ്ധയുമാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ടൈറ്റാനിക്കിന്റെ കഥ ഇന്നും ലോകത്തെ ആകർഷിക്കുന്നു. കാരണം അത് മനുഷ്യന്റെ ധൈര്യം, ത്യാഗം, ദുഃഖം എന്നിവയുടെ സങ്കീർണ ചിത്രം അവതരിപ്പിക്കുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you for watching.